തോമസ് തന്റെ മകനെ ഇടിച്ച കാറിന്റെ നമ്പറിൽ നിന്ന് കപ്പിൾസ് താമസിക്കുന്ന സ്ഥലം മനസ്സിലാക്കി. അവരെ നിരീക്ഷിക്കുകയും ഒന്നും സംഭവിക്കാത്തതുപോലെ അവരുടെ വീടിന്റെ ഓപ്പോസിറ്റ് താമസമാക്കി. എന്നിട്ട് അവരുമായി വളരെ അടുത്തു. നാദിയ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞ നിമിഷം തോമസ് മൗണ്ടൻ ഹൈക്കിങ്ങിന് ബുക്ക് ചെയ്ത് ഡേവിഡിനോട് അവൾക്ക് സർപ്രൈസ് കൊടുക്കാനായി പറയുന്നു. ആക്ച്വലി തോമസ് തന്റെ പ്രതികാരം വീട്ടാനായി വലയെറിഞ്ഞതാണിതെന്ന് അവർക്ക് മനസ്സിലായില്ല. പിന്നീട് അത് അവർ മനസ്സിലാക്കിയപ്പോൾ അവർ അയാളുടെ കാലിൽ വീണ് സോറി പറഞ്ഞു. പക്ഷെ തോമസ് വിട്ടില്ല. ഡേവിഡിന്റെ കയ്യിൽ ഡ്രിൽ കൊടുത്തിട്ട് പ്രഗ്നന്റ് ആയ നാദിയയുടെ വയറ്റിൽ ഡ്രിൽ ചെയ്യാനായി പറയുന്നു. തോമസ് ഡേവിഡിന്റെ കാലിൽ വെടിവെച്ചു. വേറെ വഴിയില്ലാതെ ഡേവിഡ് നാദിയയുടെ വയറ്റിൽ ഡ്രിൽ ചെയ്യാൻ പോയതും ഒരു മൗണ്ടൻ റെസ്ക്യൂവർ അവിടെ എത്തി. തോമസ് അയാളെ വെടിവെച്ചു കൊന്നു. ഇതിനിടയിൽ ഡേവിഡും നാദിയയും അവിടുന്ന് രക്ഷപ്പെട്ടു. പരിക്കുകൾ ഒത്തിരി ഉള്ളതുകൊണ്ട് ഡേവിഡിന് ഓടാനായില്ല. നാദിയ അവിടെ നിന്ന് പോയെങ്കിലും ഒരു ഗണ്ണുമായി തിരിച്ചു വന്ന് തോമസിനെ പോയിന്റ് ചെയ്തു. പക്ഷെ ആരോ നാദിയയെ വെടിവെച്ചു. അത് വേറാരുമല്ല, തോമസിന്റെ വൈഫ്. ഡേവിഡ് തന്നെയും കൊല്ലാനായി പറഞ്ഞെങ്കിലും തോമസ് പറഞ്ഞു, നിന്നെ ഞാൻ കൊല്ലില്ല, കാരണം